ചോറിൻ്റെ കൂടെ പിടിച്ചാണ്ടല്ലേ പൊളിക്കും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ ചീരയും കൊഞ്ചും വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഇതൊരു ബംഗാളി ഡിഷാണ്. നമ്മൾ മലയാളീകരിച്ചിട്ട് ഉണ്ടാക്കാൻ പോകണം. ഇതിന് വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, 2-3 പച്ചമുളക്, ഒരു ചെറിയ സവാള. ഇത് ഈ ചീരയുടെ മറ്റേ അതിൻ്റെ കമ്പില്ലേ, അതിനെ അരിഞ്ഞരിഞ്ഞ് ചെറുതായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് തേങ്ങ. സോ നമ്മൾ നവീനെണ്ണം പറഞ്ഞ പോലെ ഗെറ്റ് റെഡി ബൂം ബാ. സോ നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിന് കുറച്ച് 2-3 പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം ഇടേണ്ട തന്നെ ജീരകം ഇല്ല, അതുകൊണ്ട് ജീരകത്തിൻ്റെ പൊടി ഇടുന്നു, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ തേങ്ങ. അപ്പോൾ അതിൻ്റെ അരപ്പ് റെഡി. ഇനി കുക്കിംഗ്. ചൂടായ എണ്ണയിൽ കുറച്ച് കടുക്, കുറച്ച് വറ്റൽമുളക്, അതിലേക്ക് കുറച്ച് സവാള, കുറച്ച് കറിവേപ്പില. ഓക്കെ, ഇപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ അരപ്പ് ഇടുക. ലോ ഫ്ലെയിമിൽ വഴറ്റുക. 2 മിനിറ്റ് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മുടെ കൊഞ്ചിട്ട് കൊടുക്കുക. കൊഞ്ചിട്ട് ഇളക്കിയ ശേഷം അപ്പം തന്നെ അതിൻ്റെ കമ്പില്ലേ അത് ഇട്ട് കൊടുക്കണം. അങ്ങറ്റും ഇങ്ങോട്ട് തമ്മിൽ മുട്ടി ആണ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് വേവ്. ഇതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മുടെ ചീരയും കൊണ്ട് വേവിച്ച സാധനം റെഡി. ചീരയ്ക്ക് വലിയ വേവൊന്നുമില്ലല്ലോ. അപ്പം സംഭവം സെറ്റായി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ പിടിച്ചാണ്ടല്ലേ പൊളിക്കും.